എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്യൂട്ട് എലമെന്റ്സ് സീരീസിലും പാരലലും കണക്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബൾബ് ഒരു മോട്ടോർ സീരീസിൽ കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. കാരണം ഇവിടെ രണ്ട് ടോർച്ച് സെൽസ് ഉണ്ട്, അത് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ ടു എൻ കണക്ഷൻ ആണ് അല്ലേ. നമ്മളിവിടെ കറണ്ടിന് ബ്രാഞ്ചിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് സ്വിച്ച് ഉള്ളത്. ഇവിടെ നമ്മുടെ മോട്ടോർ ഉണ്ട്, കുഞ്ഞു മോട്ടറാണ്. ഇവിടെ ഒരു ബൾബ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതാ, ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു, നിങ്ങൾക്ക് കാണാം. ഇതാ, ഈ ലാമ്പ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മോട്ടോർ അനങ്ങുന്നില്ല അല്ലേ. ഇതാ, മോട്ടോർ അനങ്ങുന്നില്ല. എങ്ങനെയാലും ഇതാ ഇതിന് അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, മോട്ടോർ കറണ്ട് ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് കാരണമാണല്ലോ ബൾബ് വർക്ക് ചെയ്യുന്നത് അല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോസ് സർക്യൂട്ട് ആയാൽ മാത്രമല്ലേ ബൾബ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കറണ്ട് ഇതിലെ ഫ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷെ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. അതിന് കാരണം മോട്ടോർ എന്ന് പറഞ്ഞാൽ ഹൈ കറണ്ട് കൺസ്യൂമിങ് ഡിവൈസ് ആണ്. ശരിക്കും പറഞ്ഞാൽ മോട്ടോറിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ നല്ല കറണ്ട് ആവശ്യമാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടും അല്ലെ. നമ്മൾ R1 + R2 + R3 എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് പറ്റും, ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പം മോട്ടോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലോണം കറണ്ട് ആവശ്യമുണ്ട്. അപ്പൊ സീരീസ് കണക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറണ്ട് എല്ലാ സർക്യൂട്ട് എലമെന്റിലെ കൂടിയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. അപ്പം ഇവിടെ ഇതിന് ആവശ്യമുള്ള കറണ്ട് കിട്ടുന്നില്ല, മോട്ടോറിന് ആവശ്യമുള്ള കറണ്ട് ഇല്ല. അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള കറണ്ട് മോട്ടോറിന് കിട്ടുന്നില്ല, പക്ഷെ ബൾബിന് കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും, ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ടിൽ സീരീസിൽ കണക്ട് ചെയ്യാൻ പറ്റുക. സീരീസിൽ കണക്ട് ചെയ്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ, അതൊക്കെ എന്താ പറയുക, കുറെ ഡിവൈസസ് ഭയങ്കര ഹൈ കറണ്ട് വേണ്ടുന്ന ഡിവൈസുകളുണ്ട്. അപ്പൊ അതേ സംഭവങ്ങൾ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസുകൾ വർക്ക് ചെയ്യില്ല. പക്ഷെ നമുക്ക് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിപ്പോ സീരീസ് കണക്ട് ചെയ്ത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ പാരലൽ ഇതേ സംഭവങ്ങൾ, ഇതേ മോട്ടോറും ഇതേ ബൾബും പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം പാരലൽ കണക്ഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ സെയിം സാധനങ്ങൾ, സെയിം ബൾബും സെയിം മോട്ടോറും ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ പാരലൽ കണക്ഷൻ എങ്ങനെയാ നോക്കൂ. ഈ ബൾബിന്റെ ഒരു എൻഡും ഈ ബാറ്ററിന്റെ മറ്റേ എൻഡും തമ്മിൽ കോമൺ പോയിന്റ്, അതേ കോമൺ പോയിന്റിലേക്കാണ് മോട്ടോറിന്റെ രണ്ട് കണക്ഷൻ പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതും കോമൺ പോയിന്റ് ആണ്, ഇതും കോമൺ പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ബാറ്ററിന്റെ പോസിറ്റീവും ഇവിടെ ബാറ്ററിന്റെ നെഗറ്റീവും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് പാരലൽ കണക്ഷൻ ആണ്. ഇനി പാരലൽ കണക്ഷൻ ചെയ്യുമ്പോൾ എന്താ പറ്റുക നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, മോട്ടോർ എന്നുള്ളത് ഒരു ഹൈ കറണ്ട് കൺസ്യൂമിങ് ഡിവൈസ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നല്ല കറണ്ട് ആവശ്യമാണ്. ഇവിടെ നോക്കുക, നേരത്തെ ഇതിൽ മോട്ടോർ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല അല്ലേ. ഇതാ നമുക്ക് ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടോർ നിങ്ങൾക്ക് കാണാം. അത് തിരിയാണ് അവിടെ, സൗണ്ട് കേൾക്കാന്ന് വിചാരിക്കുന്നു. രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ ബൾബും വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടോറും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാതാ. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. മോട്ടോർ ഓഫുള്ള പൊസിഷനിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇതാ സ്റ്റാർട്ടായി. അപ്പം നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തപ്പം ബൾബ് മാത്രം വർക്ക് ചെയ്തു. ഇപ്പം പാരലൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടോർ കൂടി വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം പാരലൽ കണക്ഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്, പാരലൽ കണക്ഷനിൽ വരുമ്പം റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. മൊത്തം സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് കുറയും. പിന്നെന്താ, രണ്ട് സാധനങ്ങൾക്കും ഈക്വൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം രണ്ടിനും സെയിം ആണ്. അപ്പൊ ഇതിനാവശ്യമുള്ള കറണ്ട്, അപ്പൊ ഇവിടെ എത്രയാണോ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്, V/R, ആ കറണ്ടാണ് ഇത് എടുക്കുക. V/ റെസിസ്റ്റൻസ്, മോട്ടോറിന്റെ റെസിസ്റ്റൻസ്, അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് ഈ മോട്ടറിൽ കൂടെ പാസ് ചെയ്യും. അതായത് ഡിവൈസിന്റെ റെസിസ്റ്റൻസിനനുസരിച്ചിട്ട് നമ്മുടെ കറണ്ട്, ഓരോ സർക്യൂട്ട് എലമെന്റിലുള്ള കറണ്ടിന്റെ എമൗണ്ട് വ്യത്യാസം വരും. ഇതേപോലുള്ള കണക്ഷനാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ, വീട്ടിലുള്ള കണക്ഷനുകളിൽ നടത്തുന്നത്. ഇത് നോക്കൂ, പാരലൽ കണക്ഷൻ കൃത്യമായി നോക്കുക. സീരീസ് കണക്ഷൻ ഞാൻ കാണിച്ചു തന്നാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ വേറെ സെപ്പറേറ്റ് സ്വിച്ച് ഒക്കെ വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പാരലൽ കണക്ഷൻ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ പാരലൽ കണക്ഷൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. സീരീസ് കണക്ഷൻ ആകുമ്പം ഒരു ഡിവൈസിന് എന്തെങ്കിലും പറ്റിയാലും മറ്റേ ഡിവൈസ് വർക്ക് ചെയ്യില്ല. ഇവിടെ ഇപ്പൊ എന്താ, ഈ ബൾബ് കേടായാലും മോട്ടോർ വർക്ക് ചെയ്യും, മോട്ടോർ കേടായ ബൾബ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പൊ ഇനി അടുത്ത ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.